എല്ലാവരും ഒരു ബുദ്ധിമുട്ടിന് വേണ്ടി വന്നു, ആ ബുദ്ധിമുട്ട് ചെറിയ പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പരിഹാരങ്ങൾക്ക് മരുന്നുണ്ടായിട്ടുണ്ടാവും, വന്നാലും വീണ്ടും ചിലപ്പോൾ വരേണ്ടി വരും. അതായത് ഒരു വിഷമം എന്തായാലും ഒരു മനുഷ്യനുണ്ടാവും, ഹോസ്പിറ്റലിൽ കയറി വന്നല്ലോ എന്നുള്ള വിഷമത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഡോക്ടർമാരും ഇവിടുന്ന് അമാനുഷികന്മാരൊന്നുമില്ല. ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് ഡോക്ടർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി ജസ്റ്റ് നീഡ് ടു ഡിക്റ്റേറ്റ് ദ തിങ്സ്. ദീസ് പീപ്പിൾ വിൽ ബി നോട്ടിങ് ഇറ്റ് ഡൗൺ ആൻഡ് ഹി ക്യാൻ ഫിനിഷ് ഇറ്റ്. പേഷ്യൻറ്റിനെ കാണാം. ഇത് ആർക്കാണ് ഹോസ്പിറ്റലിലുള്ളത്? ഡോക്ടർ നഴ്സ്. അതല്ലാതെ വേറൊരു ഡിസ്കഷൻ പോലും സ്കൂളുകളിൽ മുമ്പോട്ട് പോകാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഇൻഷുറൻസ് എന്ന് തന്നെ പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ചുമ്മാ പോവല്ല, ആൾ വന്ന് അയാളുടെ കാര്യങ്ങളനുസരിച്ച് പഴയ ഹിസ്റ്ററി ഉണ്ടോ പുതിയ ഹിസ്റ്ററി ഉണ്ടോ ഇത് കൊടുത്ത് നമ്മളുമായിട്ട് എഗ്രിമെൻ്റ് ഉള്ള ആളാണോ നോക്കുക, അവർക്ക് പൈസ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, തിരിച്ച് വന്നില്ല റീഇംബേഴ്സ്മെൻറ്റ് ഇത് പോവുക. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നഷ്ടം സംഭവിക്കുന്ന അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഹോസ്പിറ്റലിലാണ്. നമസ്കാരം. ലുമിനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ ട്രെയിനിങ് പ്രൈവറ്റ് ലിമിറ്റഡ് അവതരിപ്പിക്കുന്ന മിഷൻ 2030 അപ്സ്കിൽ ഇന്ത്യ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് നമ്മളുടെ യൂത്ത് അഥവാ നമ്മുടെ യങ് ജനറേഷൻ, ബഡ്ഡിംഗ് ജനറേഷന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഏത് കരിയർ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസ്. സ്വാഭാവികമായിട്ടും +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിയുന്നൊരു കുട്ടിക്ക് അവന് ഏത് തൊഴിൽ മേഖലയിലേക്ക് പോകണമെന്ന് കൃത്യമായി നിശ്ചയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയും പലപ്പോഴും റോങ് ചോയ്സസിലേക്ക് ചെന്നുപെടുകയും ചെയ്യും. മിഷൻ 2030 അപ്സ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിവിധ തരത്തിലുള്ള തൊഴിൽ സാധ്യതകളെക്കുറിച്ച് കുട്ടികളെ കൃത്യമായിട്ട് ബോധവൽക്കരിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുകയും ഏറ്റവും നല്ല രീതിയിൽ തൊഴിൽ ലഭിക്കുന്ന, നല്ല കരിയർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തൊഴിൽ മേഖലകളിലേക്ക് നമ്മളുടെ യുവതലമുറയെ കടത്തിവിടുക എന്നുള്ളതാണ് നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. ഇതിന് വിവിധ മേഖലകളിലെ എക്സ്പേർട്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലുമിനസ് അവതരിപ്പിക്കുന്ന ഈ പോഡ്കാസ്റ്റ് സീരീസ് വളരെ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ ബൻസീർ ഹുസൈനാണ്. അദ്ദേഹം കൊച്ചിയിലെ അറിയപ്പെടുന്ന ഒരു മനഃശാസ്ത്ര വിദഗ്ധനാണ്. ഒപ്പം ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ, ഫ്യൂച്ചറൈസ് അക്കാഡമി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ അമരക്കാരനാണ്. അദ്ദേഹം ഇന്ന് നമ്മളോട് ഹെൽത്ത് കെയർ മേഖലയിലെ വിവിധ തരത്തിലുള്ള തൊഴിൽ സാധ്യതകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. കുട്ടികൾക്ക് കടന്നു പോകാൻ പറ്റുന്ന ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരുപാട് തൊഴിൽ മേഖലകളെക്കുറിച്ച് നമ്മളിന്ന് പരാമർശിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. സ്വാഗതം ചെയ്യാം ഡോക്ടർ ബൻസീർ ഹുസൈൻ സാറിനെ. നമസ്കാരം സർ. ഹെൽത്ത് കെയർ മേഖലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ആളുകളെ കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും പല ഹെൽത്ത് കെയർ എക്സ്പേർട്സുമായിട്ട് സംസാരിക്കുമ്പോൾ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നോൺ ക്ലിനിക്കൽ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, എല്ലാവരും പറയുന്നത് അവരുടെ ജോലി ഭാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവർ കൂടുതൽ സമയം അവരുടെ ജോലിക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നു. അതായത് ലാക്ക് ഓഫ് അഡ്യൂക്കേറ്റ് റിസോഴ്സസ് കൊണ്ടാണല്ലോ ഒരാൾ തീർച്ചയായിട്ടും അധിക സമയം ജോലി എടുക്കേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ. സോ ഈ ഒരു മേഖലയെ ശക്തിപ്പെടുത്താൻ കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നേ പറ്റൂ. പക്ഷെ നമുക്കറിയാം, നമ്മളുടെ കുട്ടികൾ +2 കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് ആകുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളിലേക്ക്, മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ പേരൻസിൻ്റെ ഇടയിലും ടീച്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ ഉള്ള കോൺസെപ്റ്റ്, ഒന്നുകിൽ നീ ഒരു മെഡിക്കൽ ഡോക്ടർ ആവുക അല്ലെങ്കിൽ നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് പോവുക. ഇതാണ് 2 ഓപ്ഷൻ. ഈക്വലി കോമ്പറ്റൻ്റ് ആയിട്ടുള്ള പാരാമെഡിക്സോ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിൻ അഥവാ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തലത്തിൽ വർക്ക് ചെയ്യുന്ന തൊഴിൽ മേഖലകൾ, ഹെൽത്ത് കെയറിൻ്റെ പല വിവിധ തരത്തിലുള്ള തൊഴിൽ മേഖലകളിലേക്കൊന്നും പോകാൻ പലപ്പോഴും ഇപ്പോഴും ആരും അഡ്വൈസ് ചെയ്ത് നമ്മൾ കാണാറില്ല. കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകളിലൊക്കെയും ഈ പറയുന്ന 2 ഓപ്ഷനാണ് അവർക്ക് മുമ്പിലുള്ളത്. ഒന്നുകിൽ ഒരു ഡോക്ടർ ആവുക അല്ലെങ്കിൽ ഒരു നഴ്സ് ആവുക. അപ്പം ഇതിനെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് നമ്മളുടെ ബഡ്ഡിംഗ് ജനറേഷന് നമ്മളുടെ ഒരു മിഷൻ 2030 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് പേരിടാൻ തന്നെ കാരണം, നമ്മൾ ഉദ്ദേശിക്കുന്നത് 2030 ആകുമ്പോൾ, ഒരു 5 years അങ്ങോട്ടേക്ക് പോകുമ്പം കൃത്യമായി നമ്മളുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അഭിമുഖീകരിക്കുന്ന ലാക്ക് ഓഫ് ട്രെയിൻഡ് റിസോഴ്സസ്, ലാക്ക് ഓഫ് എംപ്ലോയബിൾ റിസോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം മറികടക്കുക എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും കുറുക്ക് വഴികളൊന്നുമില്ല. കൂടുതൽ കുട്ടികൾ, കൂടുതൽ യുവാക്കൾ, യുവതികൾ ഈ മേഖലയിലേക്ക് നോൺ ക്ലിനിക്കൽ ആൻഡ് ക്ലിനിക്കൽ മേഖലയിലുള്ള ഡോക്ടർ, നേഴ്സ് എന്ന് പറയുന്ന തസ്തികകൾ അല്ലാത്ത തസ്തികകളിലേക്ക് കടന്നു വരണം. ആ തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ സ്ഥാപകൻ എന്ന നിലയ്ക്ക്, ഒരു പ്രാക്ടീസിങ് സൈക്കാട്രിസ്റ്റ് എന്ന നിലയ്ക്ക്, ഒരു മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന വിദഗ്ധൻ എന്ന നിലയ്ക്ക് താങ്കളുടെ
ഒപ്പീനിയൻസ്, ലൈക്ക് താങ്കൾ എന്താണ് ഇതിനെ പറയാനൊക്കെ ആഗ്രഹിക്കുന്നത്? താങ്കൾ പറഞ്ഞ പോലെ നമ്മളൊരു ഹോസ്പിറ്റൽ എന്നുള്ളൊരു പിക്ചർ വരുമ്പോൾ തന്നെ മനസ്സിൽ സ്കൂൾ കാലഘട്ടം മുതലേ എന്താണ് ആരൊക്കെയാണ് ഹോസ്പിറ്റലുള്ളത്? ഒരു ഡോക്ടർ, ഡോക്ടർ, നഴ്സ്. അതല്ലാതെ വേറൊരു ഡിസ്കഷൻ പോലും സ്കൂളുകളിൽ മുമ്പോട്ട് പോകാത്തൊരവസ്ഥയാണ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഒരു പേഷ്യൻ്റ് അസുഖം മാറുക എന്നതിനേക്കാൾ ഉപരി അവൻ വരുന്നത് മുതൽ അവൻ പോകുന്നത് വരെയുള്ള അവൻ്റെ കാര്യങ്ങളെല്ലാം സ്ട്രീം ലൈൻ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ കൺസെപ്റ്റ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. വരുന്നു, ഡോക്ടറെ കാത്തിരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം മരുന്ന് കിട്ടി, കഴിഞ്ഞു, അവരുടെ ആവശ്യം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴല്ല, വന്ന് വേഗം തന്നെ കാര്യങ്ങൾ നടക്കണം. എവരി പ്രോസസ് ഹാസ് ടു ബി സ്ട്രീം ലൈൻ ലെവലിലേക്ക് പോവുകയാണ്. കസ്റ്റമർ സെൻട്രിക് ആവുകയാണ്. അതായത് ഈ ഒരു അവസരത്തിലാണ് ഹോസ്പിറ്റൽ മേഖലയിലേക്കുള്ള ബാക്കിയുള്ള ആളുകൾ, പണ്ട് എങ്ങനെയായിരുന്നു, ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത് മിക്കവാറും അവിടുത്തെ ഒരു കമ്പൗണ്ടറോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റിക്കാരനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബിൽഡിങ്ങിലുള്ള ആൾ മിക്കവാറും തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും വീട്ടിലെ ഒരു അതിന് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും ആൾക്ക് ഉണ്ടാവുക. പക്ഷേ അത് താൽക്കാലിക പരിപാടി. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ വന്നാൽ മാറ്റാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതെല്ലാം. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്നൊരു കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ നഴ്സിംഗിന് സ്പെഷ്യൽ കോഴ്സസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു BBAയോ BComോ BCO പഠിച്ച ഒരാൾ സ്ട്രൈറ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുവാണെന്ന് വിചാരിക്കുക. പക്ഷേ അവർക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് യാതൊരുവിധ ധാരണയില്ല. അതായത് ഹോസ്പിറ്റലിൽ ബാക്കിയുള്ള ബിസിനസ്സുകളെ പോലെയല്ല, ബാക്കിയുള്ള സേവനങ്ങളെ പോലെയല്ല. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഹോട്ടൽ ബിസിനസ് പോലെ തന്നെ വരുന്ന ആളുകളെ ഫുൾ കേറ്റർ ചെയ്യുക, എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുക, എല്ലാവരും ഹാപ്പി ആക്കി വിടുക എന്നുള്ളത് ഇസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, അപ്പോൾ ആ വരുന്ന സെക്യൂരിറ്റിക്കാരൻ മുതൽ, ഫസ്റ്റ് കാണുന്ന സെക്യൂരിറ്റിക്കാരൻ മുതൽ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. റിസപ്ഷനിസ്റ്റ് എന്ത് സംസാരിക്കുന്നു, വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ സംസാരിക്കുന്നു, OPയിലെ സ്റ്റാഫ് എന്ത് സംസാരിക്കുന്നു, അതിനുശേഷം ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് വൈറ്റൽസ് എടുക്കാൻ പോകുന്നു, അതിനുശേഷം ഡോക്ടറെ കാണിക്കുന്നു, ഡോക്ടറെ കാണിയതിന് ശേഷം പിന്നുള്ള നെക്സ്റ്റ് പ്രോസസ്സ്, ഇതെല്ലാം ആ ഡോക്ടർ ഇരിക്കുന്നത് ഏറ്റവും അകത്ത മുറിയിലാണ്. ഡോക്ടറെ കാണുന്നത് 3, 4, 5 ആളുകൾ നമ്മളെ ആയിട്ട് എൻകൗണ്ടർ ചെയ്തതിന് ശേഷമാണ് ഡോക്ടറെ കാണുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലുള്ള ആളുകൾ, ഇവരെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഫേസ് ചെയ്യുന്ന മെയിൻ ചലഞ്ച്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം. ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ അതായത് ഞങ്ങൾ ഏറ്റവും നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് ഇത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു BCom പഠിച്ചൊരു പയ്യൻ വരുന്നത് വിചാരിക്കുക, അവനെ നമ്മളൊരു 2 or 3 വർഷം എല്ലാം പഠിപ്പിക്കും. ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലാകുമ്പോൾ എത്തിക്കൽ ഇഷ്യൂസ് എക്സ്ട്രാ വരുന്നുണ്ട്. സാധാരണ മറ്റേതുപോലെയല്ല, പേഷ്യൻ്റെ ഡാറ്റ, പേഷ്യൻ്റെ ഇൻഫർമേഷൻസ്, ആര് വരുന്നു, അവരുടെ ആ ഒരു ഇമോഷൻസും കൂടി നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം പരിഗണിക്കാൻ. അതായത് നമ്മൾ കാണാൻ വേണ്ടി വരുന്നത് ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് പേഷ്യൻ്റ് വരുന്നത്. ഞങ്ങൾ പറയാറുള്ളത്, ഒരു ഹോസ്പിറ്റലിൽ സന്തോഷമായി പോകുന്നത് ആകെ പ്രസവത്തിന് ശേഷം ഒരു കുട്ടിയായിട്ട് പോകുന്നവരാണ് ഹാപ്പി ആയിട്ട് പോകുന്നത്. ബാക്കിയുള്ള എല്ലാവരും ഒരു ബുദ്ധിമുട്ടിന് വേണ്ടി വന്നു, ആ ബുദ്ധിമുട്ട് ചെറിയ പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പരിഹാരങ്ങൾക്ക് മരുന്നുണ്ടായിട്ടുണ്ടാവും, വന്നാലും വീണ്ടും ചിലപ്പോൾ വരേണ്ടി വരും. അതായത് ഒരു വിഷമം എന്തായാലും ഒരു മനസ്സിലുണ്ടാവും, ഹോസ്പിറ്റലിൽ കയറി വന്നല്ലോ എന്നുള്ള വിഷമത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ ഒരു ഇമോഷനും കൂടിയും, ഇമോഷണൽ ഫാക്ടർ കൂടി ഇത് ഇൻവോൾവ് ആണ്. പലപ്പോഴും നമ്മൾ പോകാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലമാണ്. ആഗ്രഹിക്കാത്ത സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ പറയുന്ന നമ്മുടെ ഈ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നതനുസരിച്ചിട്ട് ഹോസ്പിറ്റൽസിൻ്റെയും മരുന്നുകളുടെയും ടെസ്റ്റുകളുടെയും എല്ലാം സാർ പറഞ്ഞ ഒരു കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച്, ആ ഒരു കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ, ഇപ്പം കൊച്ചിയിൽ തന്നെ ഒരുവിധം എല്ലാ ഹോസ്പിറ്റൽസിലും പ്രൊഫഷണൽ, ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള, ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ ഒരുവിധം എല്ലാ ഹോസ്പിറ്റൽസും ഞാൻ പോയിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ പോകുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, സാർ പറഞ്ഞ പോലെ നമ്മൾ ഒരു ചെറിയ പ്രോബ്ലം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുക. ആ ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 5-10 മിനിറ്റ് ആയിരിക്കും. കാരണം അദ്ദേഹം നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, പരിഹാരം തരുന്നു. ആ ബാക്കിയുള്ള സമയം മൊത്തം ഓൾമോസ്റ്റ് ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour, വാട്ട് എവർ ദ വെയിറ്റിംഗ് പീരീഡ് ഇസ്, ആ വെയിറ്റിംഗ് പീരീഡ് മൊത്തം നമ്മൾ ആ ഹോസ്പിറ്റലിൻ്റെ ലോബിയിൽ ഇരിക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച്, നമുക്കൊരു ഫീൽ തരുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു കെയർ ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു വിശ്വാസം, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഈ രോഗിക്ക് ആ ഡോക്ടർ കൊടുക്കുന്ന പരിഹാരത്തിനെക്കാട്ടും കുറച്ചുകൂടി ഒരു ഹീലിംഗ് അവരുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ്. കാരണം പല ഹോസ്പിറ്റൽസും നമുക്കറിയാം, ദ കീപ്പ് us വെയിറ്റിംഗ് ഫോർ സോ ലോങ്. അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മളൊരു OPയിലേക്ക് അല്ലെങ്കിൽ കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കൗണ്ടർ മുതൽ നമ്മൾ അനുഭവിക്കുന്ന, ഒരു കസ്റ്റമർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് അനുഭവിക്കുന്ന കുറേ ക്രൈസിസ് ഉണ്ട്. വ്യക്തമായ ഗൈഡൻസ് ഇല്ല, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയില്ല. അത് ഏറ്റവും ബേസിക് ലെവൽ. ദെൻ ഡെഫിനറ്റ്ലി ആ OPയിൽ അല്ലെങ്കിൽ ആ റിസപ്ഷനിലിരിക്കുന്ന ആൾ നമ്മളെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു,
അയാളുടെ ഒരു കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് ഡെഫിനറ്റ്ലി അതൊരു ഫീൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ, അത് കുറച്ചുകൂടെ ഒരു എംപത്തറ്റിക് അപ്രോച്ച് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പേഷ്യൻറ്റ് വിൽ ബി മോർ കംഫർട്ടബിൾ. അതേപോലെ അതിന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയത്, ഒരു സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്, നമ്മളുടെ ഈ ഹോസ്പിറ്റൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് കടന്നു വന്നിട്ടുള്ള നോൺ ക്ലിനിക്കലായിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ഒരു ജേർണലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഒരു ജോലിക്ക് വേണ്ടി അവർ ഒരു ഹോസ്പിറ്റലിൽ കയറി അവരൊരു ക്ലറിക്കൽ ജോലി ഏറ്റെടുത്തു. ആ ജോലി അവർ പഠിച്ചു വരാൻ തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു സമയമെടുക്കും. കാരണം പെട്ടെന്നൊരാൾക്ക് ബുദ്ധിമുട്ടാണ്, ടഫാണ്. ഏറ്റവും കുറഞ്ഞത് അയാൾ ജോലിക്ക് കയറുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ബേസിക് ഘടന മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരു 3 മാസം സമയം മിനിമം ബേസിക് ഘടന മനസ്സിലാക്കാൻ. പിന്നെ അയാളുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം ഒതുങ്ങി കൂടുകയാണ്. അവർക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അറിവില്ല, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള അവർ ധരിക്കുന്നത്. പക്ഷേ ഇത് പലപ്പോഴും ഈ കസ്റ്റമറിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പം ഇത്തരത്തിലുള്ള കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് കൊടുക്കുന്ന കോഴ്സസ് നമ്മളുടെ നാട്ടിലില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ചെറിയ ചെറിയ കോഴ്സുകൾ പലരും പല പേരുകളിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് ജസ്റ്റ് ഒരു പേര് മാത്രമാണ്. ജോലി എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പ്രായോഗികമായിട്ട് ട്രെയിൻ ചെയ്ത ആളുകളെ കൃത്യമായിട്ടും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ജോലി ചെയ്യണമെന്ന് ട്രെയിൻ ചെയ്ത ആളുകളെ കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കില്ലേ? ഇത് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേൾക്കും. ഞങ്ങൾ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ തുടങ്ങി, ഞങ്ങൾ 5 വർഷമായി ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കൺസെപ്റ്റ് തന്നെ ഈ ഒരു പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു ബൊട്ടീക്ക് സ്റ്റൈലിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ബൊട്ടീക്ക് അതന്നെ വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ സമയത്തിനനുസരിച്ചിട്ട് ബുക്ക് ചെയ്യാം. വളരെ ചെറിയ ഒരു കൺസെപ്റ്റിൽ പറഞ്ഞ എന്നാൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു 5 years ബാക്ക് ഡൗൺ കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾ തുടങ്ങിയത്. ആ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ബുക്ക് ചെയ്യാം, വരാം, കാണാം, ഈസി വേ ഈസി ഗോ. ഈവൻ ഡ്യൂറിങ് ഈവനിങ് അവേഴ്സിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻസ് എല്ലാം നമ്മളുണ്ടായിരുന്നു. നമ്മൾ തുടങ്ങി കുറച്ച് ഞങ്ങൾ മുമ്പോട്ട് പോയി, 2-3 വർഷം മുമ്പോട്ട് പോയി. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് ഡോക്ടർമാരോട് തുടങ്ങിയ സ്ഥാപനമാണ് ഫ്യൂച്ചറൈസ്. അപ്പോൾ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഞങ്ങൾ മാത്രമല്ല ഒപ്പമുള്ള ആളുകളും കൂടിയും, അതായത് നമ്മുടെ ഒപ്പമുള്ള സ്റ്റാഫ്സും കൂടിയും ഈക്വലി എംപവേർഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൺസെപ്റ്റിൽ ഒരു വെള്ളം ചേരാനുള്ള സാധ്യതയുണ്ട്. വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മളെ പോലെ എല്ലാവരും ചിന്തിക്കണമെന്നുള്ള, അതന്നെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഒപ്പമുള്ള സ്റ്റാഫും ചിന്തിക്കണം നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ഈ നെക്സ്റ്റ് ഒരു അക്കാഡമി എന്നുള്ള ഫ്യൂച്ചറൈസ് അക്കാഡമി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് സെയിം തന്നെ പേർപ്പസാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരാൾ വന്നു കഴിയുമ്പോൾ എല്ലാ മേഖലകളും ഇവനീ പറഞ്ഞ പോലെ നമുക്ക് 2 രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഏതൊരു ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ചിലപ്പോൾ വളരെ 2 മാസം 3 മാസം കൊണ്ടൊന്നും എങ്ങനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് പഠിപ്പിക്കുന്നത് ഉള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് മേഖല, ഉദാഹരണം ഫ്രണ്ട് ഡെസ്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമായിരിക്കാം, അല്ലെങ്കിൽ ബിൽഡിംഗ് മാത്രമാണെങ്കിൽ പഠിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഒരു എൻറ്റയർ ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കണമെങ്കിൽ മിനിമം 6 മാസം അല്ലെങ്കിൽ 9 മാസം പഠിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ജോലിയോടൊപ്പം തന്നെ വർക്ക് ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ്. കാരണം ഇത് ഇസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഹൗ യു സീ, ഹൗ യു ഡു. ഒറ്റ ദിവസം കാലത്ത് നാളെ മുതൽ അവിടെ ജോലിക്ക് പൊക്കോ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന പോലെയല്ല. ഓക്കെ, അവിടെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ്, ഇൻക്ലൂഡിങ് റിസപ്ഷനിൽ എന്താണ് അവരുടെ പേര്, കാര്യങ്ങൾ, ആധാർ കാർഡ് മുതൽ ഈ സെയിം ആൾ തന്നെയാണ് വന്നേക്കുന്നത്. വേണം ഫേക്ക് പേരിൽ വേണമെങ്കിൽ വരാം, ഇവന് വേറെ പേരുണ്ടാവും. ഇത് കടകളിൽ ഇതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഫേക്ക് പേ ആയിരിക്കാം. ഇവൻ എന്ത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? ഇതിപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനാണോ ഇപ്പോൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ റിവ്യൂ വന്നിട്ടുള്ളതാണോ, അതോ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ട് വന്നേക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു പുതിയ കേസായിട്ട് വന്നിട്ടുള്ളതാണോ? അവിടെ മുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ഗോ ത്രൂ ലോട്ട് ഓഫ് ട്രെയിനിങ് പ്രോസസ്സ്. ഇതാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഇതിനേക്കാൾ ഉപരി ഇപ്പോൾ എന്തുകൊണ്ട് ഹെൽത്ത് കെയറിൽ ഇത്രയും ബൂം വരണമെന്നുണ്ടെങ്കിൽ പീപ്പിൾ ഹു ആർ നോയിങ് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് മൾട്ടി നാഷണൽ കമ്പനികൾ ഒരുപാടധികം നമ്മുടെ നാട്ടിലുള്ള മെയിൻ ഹോസ്പിറ്റൽസിലെല്ലാം അവർ ബ്രാഞ്ചസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. സോ ആഫ്റ്റർ കോവിഡ് ഇൻ കേരള, എസ്പെഷ്യലി കേരള is big in healthcare field, including the private as well as the government. എല്ലാവരും ഒരേപോലെ തന്നെ വാശിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഹൗ വി ക്യാൻ ഓവർകം ഗവൺമെൻറ് എന്ന് പ്രൈവറ്റും, തിരിച്ച് ഹൗ വി ക്യാൻ ഓവർകം പ്രൈവറ്റ് എന്ന് ഗവൺമെൻറ്റും ഒരേപോലെ വാശിയിൽ ചെയ്യുന്ന ഒരു സംസ്ഥാനം വളരെ സംസ്ഥാനം കേരളം. അപ്പോൾ അതുകൊണ്ട് ഓൾ ദീസ് ഫെസിലിറ്റീസ്
അവൈലബിൾ. ഇനി ഈ പറയുന്ന സ്ഥാപനങ്ങൾ വളരുന്നതിനൊപ്പം തന്നെ മാൻ പവറും കൂടിയും അതേപോലെ ചിന്തിച്ച് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെറുതെ ആവും. ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈലി ട്രെയിൻഡ് ക്വാളിഫൈഡ്, ഈ പറയുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഏരിയാസ്. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഒരു ഇൻഷുറൻസ് പറയുകയാണെന്ന് വെക്കാം. ഇൻഷുറൻസ് ഈസ് ഗോയിങ് ടു ബി, ഇപ്പോൾ നമ്മുടെ നാട്ടിലാകെ 25% ആളുകൾ മാത്രമേ ഇൻഷുറൻസ് എടുക്കുന്നുള്ളൂ. പക്ഷേ പീപ്പിൾ വിൽ സ്റ്റാർട്ട് ടേക്കിംഗ്. വലിയ മാറ്റമാണ് വരുന്നത്. ടു റീസൺസ്. ഒന്ന്, ഇൻക്രീസിങ് ഈ പറയുന്ന ഹോസ്പിറ്റൽ ബിൽസിൻ്റെ കാര്യങ്ങൾ കൊണ്ടും, പിന്നെ പീപ്പിൾ ആർ ഓൾസോ മൂവിങ് ഫോർവേഡ്. ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ എന്തായാലും എടുത്തു തുടങ്ങുന്നു ഈ സംഭവം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് എന്ന് തന്നെ പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ചുമ്മാ പോവല്ല, ആൾ വന്ന് അയാളുടെ കാര്യങ്ങളനുസരിച്ച് പഴയ ഹിസ്റ്ററി ഉണ്ടോ പുതിയ ഹിസ്റ്ററി ഉണ്ടോ ഇത് കൊടുത്ത് നമ്മളുമായിട്ട് എഗ്രിമെൻ്റ് ഉള്ള ആളാണോ നോക്കുക, അവർക്ക് പൈസ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, തിരിച്ച് വന്നില്ലെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് പോവുക. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നഷ്ടം സംഭവിക്കുന്ന അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഹോസ്പിറ്റലിലാണ്. കാരണം ഇത് ഹോസ്പിറ്റലിന് സാധാരണക്കാരൻ വിചാരിക്കും ഇതിപ്പോൾ എൻ്റെ പൈസ കിട്ടിയുള്ള ഹോസ്പിറ്റലിൽ എന്ന് വിചാരിക്കും. ഇത് അപ്രൂവ് ആയെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പൈസ കിട്ടിയെന്നാണ് വിചാരിക്കുക. അതല്ല, ഇത് 2 3 6 ചിലപ്പോൾ 3 മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും ഹോസ്പിറ്റലിൽ പൈസ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ആ ഒരു സ്റ്റാഫിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഫോളോ അത് ക്രെഡിറ്റ് ആണെന്നുള്ളത് സാധാരണക്കാരൻ അറിയണ്ടാവില്ല. അവൻ വിചാരിക്കും ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും പൈസ ഹോസ്പിറ്റലിൽ കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇറ്റ് ടേക്സ് ടൈം. 2 to 3 months എടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഹോസ്പിറ്റൽ മേഖലയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഇൻഷുറൻസ്, ഇപ്പം സാർ പറഞ്ഞ പോലെ ഇപ്പോൾ 2019 നമ്മുടെ PM ഇൻസ്ട്രക്ഷൻ പ്രകാരം 1 Nation 1 Card എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു 20 അല്ലെങ്കിൽ 25% ആളുകളാണ് ഇപ്പോഴും ഇൻഷുർഡ് ആയിട്ടുള്ളത്. മോർ ദാൻ 75 to 80% ആളുകൾ അൺഇൻഷുർഡ് ആണ്. ഗവൺമെൻറ്റിൻ്റെ പലതരത്തിലുള്ള പോളിസീസ് ഉണ്ട്, ലൈക്ക് ഇൻഷുറൻസ് പോളിസീസ്. അതുകൂടാതെ നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളത് ഡെഫിനറ്റ്ലി നമ്മുടെ പ്രൈവറ്റ് ഇൻഷുറൻസ് പോളിസീസ് തന്നെയാണ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഒരു ഹിസ്റ്ററി ഞങ്ങളിങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ, ബോത്ത് ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസസ് ആസ് വെൽ ആസ് ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റലിലെ പല തരത്തിലുള്ള ഇൻഷുറൻസ് ടൈപ്സ്, TPS ഒക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട്. ഈ ടൈപ്പിൻ്റെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ക്ലെയിം പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഡിനയൽസ് ഒരുപാട് വരുന്നു. ഡിനയൽസ് ഒരുപാട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഇറിറ്റേറ്റഡ് ആവും. കാരണം നമ്മളാണെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മൾ പൈസ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുവാണല്ലോ. അപ്പം ഹോസ്പിറ്റലിനെ കുറിച്ചോ ഹോസ്പിറ്റലിൻ്റെ ക്രെഡിറ്റ് സെയിൽസിനെ കുറിച്ചോ ഒന്നും രോഗിയെ സംബന്ധിച്ചോളം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഒന്നെങ്കിൽ ഇൻഷുറൻസുകാർ കാശ് കൊടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കൊടുക്കുക, 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രോസസ്സിൽ വരുന്നൊരു ബുദ്ധിമുട്ട്, അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ ഡോക്യുമെൻറ്റ്സ് വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലാത്ത ആളുകൾ ഇരിക്കുന്നത് കൊണ്ടും, അതേപോലെ ഈ ഇൻഷുറൻസിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഈവൻ ലൈക്ക് ഒരു ഹ്യൂമൻ മെഡിക്കൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ അനാട്ടമിയെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ടേംസ് ആൻഡ് ടെർമിനോളജീസ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് പാകപ്പിഴകൾ നമ്മളുടെ അജ്ഞത കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നില്ലേ? അതെ, ഇതൊരു അവിടെയാണ് ഈ റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വരിക. ഓക്കെ, അതിൽ ഈ പറയുന്ന പോലെ സിമ്പിൾ ഒരു ക്വറി ആയിരിക്കും. എനിവേ ഇൻഷുറൻസ് അറിഞ്ഞിരിക്കുന്നത് ഇൻഷുറൻസുകാരുടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പറയുന്ന പേഷ്യൻ്റ് വരുമ്പോൾ അവർക്കുള്ള പൈസ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് ഇൻഷുറൻസിലും ഇതേപോലെ പല പല ലെവലിൽ ഡോക്ടർമാർ ക്വറി അയക്കും. മിക്കവാറും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ക്വറിയാണ്, പേഷ്യൻ്റ് ഡസൻ നീഡ് അഡ്മിഷൻ ആൻഡ് യു അഡ്മിറ്റഡ് ഓൺലി ഫോർ ഇൻവെസ്റ്റിഗേഷൻസ്. ശരിയാണ്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ട് ആ പേഷ്യൻറ്റ്, പക്ഷേ മരുന്നുകൾ വേണ്ട വന്ന പേഷ്യൻ്റാണ്. ഇഞ്ചക്ഷൻ മരുന്നുകളോ വേറെ ടെസ്റ്റുകളോ സർജറി ഉണ്ടായിരുന്നില്ല. എൻ്റെ സൈക്കാട്രി പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ ടെസ്റ്റുകളോ അല്ലെങ്കിൽ പറയുന്ന ഇഞ്ചക്ഷൻ മരുന്നുകളോ ഉണ്ടായിരുന്നില്ല, വേറെ കൂടിയ ടെസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ എന്ത് ചെയ്യുന്നത്, ഈ പേഷ്യൻറ്റ് നിങ്ങൾ വെറുതെ അഡ്മിറ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അഡ്മിറ്റ് ചെയ്യാമെന്നാണ് നമുക്ക് വന്നത്. അങ്ങനത്തെ ഒരു ക്വറി വരുമ്പോൾ ക്വറി വന്നെന്നുള്ള ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ അറിയിക്കണം. കൂടാതെ അതിനുള്ള മറുപടി ഡോക്ടറിൽ നിന്ന് വാങ്ങി തിരിച്ച് അവർക്ക് കൊടുക്കണം. എങ്കിലാണ് ഈ ഒരു പ്രോസസ് കൃത്യമായി ചെയ്ത് കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ അപ്പം തന്നെ, ഇപ്പോൾ സംടൈംസ് ഇറ്റ് ക്യാൻ ബി ഡെൽറ്റ് ബൈ ദം ഇറ്റ്സെൽഫ്. ചെറിയ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെൽറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് തീർച്ചയായിട്ടും അത് ഡീൽ ചെയ്യാൻ പറ്റണമെങ്കിൽ അവർക്ക് അതിൻ്റെ അറിവ് വേണമല്ലോ. അറിവുണ്ടെങ്കിൽ അവർക്ക് തന്നെ സെൽഫ് റിപ്ലൈ കൊടുത്ത് ഡോക്ടറെ വെയിറ്റ് ചെയ്യാതെ തന്നെ ചെയ്യാം. ഓറൽസ് ഈ ഡോക്ടർ പറയുന്നതും കൃത്യമായിട്ട് മനസ്സിലാക്കി അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എറർ വരാതെ ചെയ്യണമല്ലോ. കാരണം എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നെങ്കിൽ എന്ന് പറയണമെങ്കിൽ ദാറ്റ് വാസ് ഈ പറഞ്ഞ പോലെ ആളുടെ അത് ഒരു ലൈഫ്
അയാളൊരു സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള അവസ്ഥ വന്ന സമയത്താണ് എന്നെ കാണാൻ വേണ്ടി വന്നത്. ആ ചിന്തകളുള്ള സമയത്താണ്. ആ സമയത്ത് ഇറ്റ് ഈസ് നോട്ട് സേഫ് ഫോർ ഹിം ടു ബി ഫോർ മീ ടു സെൻഡ് ഹിം ഹോം. അതുകൊണ്ട് എനിക്ക് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. ആ സാഹചര്യത്തിലാണ് ഇവർ പറയുന്നത് ഇല്ല ഇത് പേഷ്യൻ്റ് അഡ്മിഷൻ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് വ്യക്തമായി കൃത്യമായി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈവൻ ചിലപ്പോൾ അത് നമ്മുടെ ഡോക്ടറെ ഉത്തരം എഴുതി കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇന്ന ആവശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്, ഇന്ന് നിർബന്ധമായിരുന്നു എന്നുള്ളത് ദേ വിൽ ഗെറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. അതാണ് ദേ വിൽ ഗെറ്റ് ചിലപ്പോൾ അപ്പം കിട്ടില്ലെങ്കിൽ റീഇംബേഴ്സ്മെൻ്റ് ആയിരിക്കാം. ഓക്കെ, അതൊരു മേഖല തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറയും സൈക്കാട്രി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും എന്ത് ചെയ്യില്ല, ഇൻഷുറൻസ് കൊടുക്കാത്തൊരവസ്ഥ നമ്മുടെ നാട്ടിലും സാധാരണ. പക്ഷേ അതിപ്പോഴും അങ്ങനെയല്ല. ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈക്കാട്രിക് ഗ്രൂപ്പ്സിൽ ഡിസ്കഷൻ വരുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇത്. അവർ പറയുന്നത്, സാർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഇഫ് യു കണ്ടിന്യൂ റൈറ്റിംഗ് ബാക്ക് ടു ദം, ദേ വിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ വിൽ ഗിവ് യു, ഈവൻ ഇഫ് ദർ എനി ഇഷ്യൂസ് യു ക്യാൻ റൈറ്റ് യു ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ. ഓക്കെ, ജസ്റ്റ് ഗീവ് എ കേസ് ആൻഡ് ദേ വിൽ ഗിവ് യു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ വിൽ ഗിവ് യു. ബട്ട് നമ്മൾ പുറകെ നടക്കണം. അതല്ല ഇല്ല എനിക്ക് ഫ്രീ ആയി ഹെൽപ്പ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഇൻഷുറൻസ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കും ഞാൻ വർഷം 25,000 30,000 അടച്ചതാണല്ലോ, എനിക്ക് എന്തുകൊണ്ട് ഇവർ തന്നില്ല എന്ന് ചിന്തിക്കത്തുള്ളൂ. ഓക്കെ, അത് ഹാസ് ടു ബി ഫോളോഡ് അപ്പ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റും വലിയൊരു ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. നമ്മൾ ഇപ്പോൾ മെയിൻ ഹോസ്പിറ്റൽസൊക്കെ പോയി കഴിഞ്ഞാൽ ദേ ഹാവ് എ സെപ്പറേറ്റ് വിങ് ഫോർ ദാറ്റ്. യു ജസ്റ്റ് ഗോ ദർ ആൻഡ് ടെൽ യുവർ തിങ്സ് എന്നാണ് പറയുക അവരോട്. നമ്മളോട് അല്ലാതെ അതും ഡോക്ടറോ നേഴ്സോ ആയിട്ട് യാതൊരു ബന്ധം അവിടെ വരുന്നില്ല. എക്സ്പീരിയൻസ് നമ്മൾക്ക് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി സംസാരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹൗ സൗണ്ട് ദ പീപ്പിൾ ആർ. ലൈക്ക് അവിടെ ഇരിക്കുന്ന ഇൻഷുറൻസ് ഡെസ്ക് കോർഡിനേറ്റേഴ്സ് എത്രമാത്രം ടെക്നിക്കലി സൗണ്ട് ആണെന്നുള്ളത് അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടുമല്ലോ നമുക്ക്. അപ്പം അത് കൃത്യമായിട്ടും വളർന്നു വരുന്ന ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വളരെയധികം തൊഴിൽ സാധ്യതയുള്ള, അതായത് അങ്ങനെ പറയാൻ കാരണം ഇപ്പം ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സിലുള്ള ധാരണയാണ് +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. അപ്പം അതിനൊക്കെ മാറ്റിക്കൊണ്ട് ആണ് ഇത്തരത്തിലുള്ള റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ് അഥവാ ഇൻഷുറൻസിൻ്റെ തന്നെ ഒരു ഘടകമാണ് റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ്. അതിലേക്കൊക്കെ കടന്നു വരാനും ഒരു കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് കൊടുക്കുന്ന ഗസ്റ്റ് റിലേഷൻസ്, പേഷ്യൻ്റ് റിലേഷൻസ്. കാരണം ഇപ്പം സാറ് തന്നെ വിദേശത്തു നിന്നുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. അപ്പം ഡെഫിനറ്റ്ലി നമ്മളിവിടെ ഉപയോഗിക്കുന്ന രീതികളോ കൈകാര്യം ചെയ്യുന്ന രീതികളോ അല്ലല്ലോ തീർച്ചയായിട്ടും. അപ്പം ആ കസ്റ്റമറിന് അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് വളരെ കൃത്യമായ ഒരു കസ്റ്റമർ സെൻട്രിക് ഫീൽ കൊടുക്കാൻ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പെർട്ടൈസ് ഉള്ള ടാലൻസ് വേണ്ടേ? അത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെ അവർ തരുന്ന നമ്മളുടെ ഒരു റിസപ്ഷനിങ് പോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്കും തീർച്ചയായിട്ടും ഒരു റിസപ്ഷനിങ് കോൺസെപ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അത് പലപ്പോഴും ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു കോമ്പീറ്റൻറ്റ് മേഖലയാണല്ലോ ഇത്. ഹെൽത്ത് കെയർ കോർപ്പറേറ്റ്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന വലിയ വലിയ ഹോസ്പിറ്റൽ ശൃംഖലകൾ വന്നതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും നമ്മളുടെ ചെറിയ ഹോസ്പിറ്റലുകൾ പോലും അവരുടെ ഫെസിലിറ്റീസും അവരുടെ സൗകര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക ഒരു രോഗി ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആൻഡ് ഫീൽ വരെ അവർ മാറ്റുന്നുണ്ട്. കാരണം പിടിച്ചു നിൽക്കാൻ അത് അനിവാര്യമാണ്. പിടിച്ചു നിൽക്കുന്നതിനെ കൂടുതൽ ഇപ്പോൾ ഒരു ഉദാഹരണം, ഞാൻ എൻ്റെ ഒരു ഡോക്ടർ എന്നല്ലെങ്കിൽ എന്ന കൺസെപ്റ്റ് ഇപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കൂടുതൽ പേഷ്യൻറ്റിൻ്റെ ഒപ്പം വരുന്നൊരു ബൈസ്റ്റാൻഡർ ഉണ്ടാവും. ഹി ഹാസ് ടു ബി ടേക്കൺ കെയർ ഓഫ് മോർ ദാൻ ദ പേഷ്യൻറ്റ്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരാളാണ് ഇയാൾ. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ICUയിൽ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് പണ്ടൊക്കെ ഓർമ്മയുണ്ടാകും. പണ്ടൊക്കെ സ്റ്റെപ്പുകളിൽ ഇരിക്കുന്ന ആളുകളുടെ ഉണ്ടാകുമ്പോൾ വരാന്തകളിൽ ഇരിക്കുന്നു, പാവിച്ച് താഴത്ത് കിടക്കുന്നു. ഇപ്പോൾ എറണാകുളത്ത് തന്നെ ആ കൺസെപ്റ്റ് ഹാസ് കം ഡൗൺ. Okay, because of the change in the hospital scenarios, in the hospital setups. Okay, everybody is changing the അവർക്ക് വെയിറ്റിംഗ് ലോഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കുഷൻ സോഫാസ് ഉള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് തന്നെ സ്ലീപ്പിംഗ് ബോർഡുള്ള ഹോസ്പിറ്റൽസ് എറണാകുളത്തുണ്ട്. അവർക്ക് തന്നെ വലിയ വലിയ ഹോട്ടൽസ് ആയിട്ട് ടൈപ്പ് ഉള്ളവരുണ്ട്, ജിം ഉണ്ട്. അതായത് bystander is also being taken care of. ഇല്ലെങ്കിൽ അവർക്കുള്ള other facilities like every hospital, most of the hospital is air conditioned and they will be providing free Wi-Fi and coffee shops are available. പണ്ട് ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമയം വേണം, നമുക്ക് പുറത്ത് പോകണം, ഇല്ലെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി, ഇല്ലെങ്കിൽ പണ്ട് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു മരുന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ വന്ന് കണ്ടു കഴിയുമ്പോൾ മരുന്ന് എഴുതി തരും. അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചീട്ട് കുറേ തരും. അത് വീണ്ടും ഫാർമസിന് മുമ്പിൽ ആൾ കിടന്ന് ഫാർമസി മുമ്പിൽ ഇപ്പോൾ ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങ് വാങ്ങാൻ വേണ്ടി ആൾ ഓടണം, ഇല്ലെങ്കിൽ മറ്റേ ബ്ലഡ് വാങ്ങാൻ വേണ്ടി ഓടണം. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് ഇല്ല. നൗ എവറിത്തിങ് ഈസ് ബീങ് ടേക്കൺ കെയർ ഓഫ്. ദർ ആർ ചാർജസ് ഫോർ ദാറ്റ്. ദർ ഇസ് ഒബ്വിയസ്ലി ദർ വിൽ ബി ചാർജസ്. ഇതെല്ലാം ഡീൽ ചെയ്യാനുള്ള സ്റ്റാഫ്.
ഓക്കെ. ആ ഒരു എക്സ്ട്രാ സ്റ്റാഫ് അല്ലെങ്കിൽ എക്സ്ട്രാ മാൻ പവർ ഈസ് റിക്വയർഡ്. ആൻഡ് പീപ്പിൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കേൾക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളും ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഇതൊരു പഠിച്ച ഒരാൾ ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഉദാഹരണമായി മെഡിക്കൽ കോഡിങ്ങോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ സ്പെസിഫിക് മേഖലയിൽ ഒരു 6 മാസമോ 8 മാസമോ 9 മാസമോ ട്രെയിനിങ് കേൾക്കുകയും ഈ 2 മാസം ഒരു ഹോസ്പിറ്റൽ ഏതെങ്കിലും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ട്രെയിൻ ചെയ്ത ഒരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഐ വിൽ ബി ഹാപ്പി ടു ടേക്ക് ദാറ്റ് പേഴ്സൺ ഹൂ ഈസ് ബീൻ ട്രെയിൻ. ബിക്കോസ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എളുപ്പമാണ്. എൻ്റെ കാര്യങ്ങൾ പറയുന്നത്, ഞാൻ ഉദാഹരണം ഇപ്പോൾ TKR, അതായത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ അവനിക്ക് മനസ്സിലാവും, ഓക്കെ എൻ്റെ മുട്ടുമാറ്റം ശസ്ത്രക്രിയയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുമ്പോൾ ഓക്കെ ഇത് ഗാസ്ട്രോ ആണ് കാണേണ്ടത്. അങ്ങനെ ഒരു ബേസിക് അറിവെങ്കിലും ഇവർക്കുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു 3 മാസമോ 6 മാസമോ ഒരു ട്രെയിൻ ചെയ്യാൻ വേണ്ടി തന്നെ ഇവർ കാണിക്കുന്ന ഓരോ മിസ്റ്റേക്സ് നമ്മൾ പുറകെ മറക്കണം, ഒരാൾ പുറകെ വീഴണം. അതല്ല, ഇഫ് ദേ കം വെരി എക്യുപ്ഡ്, okay, there comes the importance of these institutions like us. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, നമ്മളുടെ സ്ഥാപനവും അതുപോലെയുള്ള മറ്റു സ്ഥാപനങ്ങളൊക്കെ തന്നെ റെഡി ടു ഡിപ്ലോയ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മളുടെ കോൺസെപ്റ്റ്. അതായത് ഒരു കുട്ടി നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ, മെഡിക്കൽ സ്ക്രൈബിംഗ് ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, മെഡിക്കൽ കോഡിംഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ആ കുട്ടീനെ ഒരു സ്ഥാപനം ഹയർ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഹോസ്പിറ്റലാവാം, അല്ലെങ്കിൽ അവർക്ക് ഹയറിംഗ് പോസിബിലിറ്റീസ് ഉള്ള മൾട്ടിനാഷണൽ കമ്പനീസ് ആവാം, US പ്രോസസ്സുകൾ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റുകൾ ചെയ്യുന്ന, സ്ക്രൈബിംഗ് പ്രൊജക്റ്റുകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഔട്ട്സോഴ്സ്ഡ് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ടു ഡിപ്ലോയ്. അതായത് അവന് ആ ഒരു സ്ഥാപനത്തിൻ്റെ സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് പഠിക്കാൻ വേണ്ടിയുള്ള സമയം മാത്രം മതി. ബാക്കി ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ ടേം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കണം, അതിനെക്കുറിച്ച് ഒരു ഇൻസൈറ്റ് ഉണ്ടാവണം, ഒപ്പം തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 6 months വുഡ് ബി ലെഫ്റ്റ് ബിഹൈൻഡ്. ഈ സ്ഥാപനത്തിന് റിസോഴ്സാണ് നമുക്ക് സാലറി കൊടുക്കണം, സാലറി കൊടുത്താൽ യാതൊരുവിധ ഇൻപുട്ടും കിട്ടാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മേഖലയിൽ, നമ്മളുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ വളരെയധികം സാധ്യതകൾ ഏറി വരുന്നൊരു മേഖലയാണല്ലോ. വളരെ സങ്കടം തോന്നിയൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ ഈ ഫിസിഷ്യൻ അസിസ്റ്റൻസ് എന്ന് പറയുന്ന കോഴ്സ് ആദ്യമായിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു അമൃതയാണ് ലോഞ്ച് ചെയ്തത്. മെഡിക്കൽ സ്ക്രൈബ്സ് എന്ന് പറയുന്നത് സത്യത്തിൽ ഫിസിഷ്യൻ അസിസ്റ്റൻസ് തന്നെയാണ്. അവർ വെർച്വലി ചെയ്യുന്നു, മറ്റൊരു ഡോക്ടറോടൊപ്പം ലൈവായിട്ടിരുന്ന് ചെയ്യുന്നു. ഇപ്പം അമൃത ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ സ്ക്രൈബ്സ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികൾ തന്നെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങളുടെ ഒരു കൗൺസിലിംഗ് സെഷനിൽ ഞങ്ങളുടെ ഒരു കൗൺസിലർ പറഞ്ഞു. ആ കൗൺസിലർ എൻക്വയറി വന്നൊരു ആളോട് പറഞ്ഞു. അപ്പം ഇദ്ദേഹം സ്വാഭാവികമായിട്ടും ആ ഒരു ട്രസ്റ്റിന് വേണ്ടി ഇവരെന്ത് ചെയ്യുന്നു, അമൃത ഡെഫിനറ്റ്ലി അറിയപ്പെടുന്നൊരു ഹോസ്പിറ്റലാണല്ലോ, അമൃതയിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചു. അമൃതയിലെ ബോർഡ് ലൈനിൽ വിളിച്ചിട്ട് ഡയറക്റ്റ് ചോദിച്ചു, അവിടെ മെഡിക്കൽ സ്ക്രൈബ് ഉണ്ടോ? ആ റിസപ്ഷനിലിരിക്കുന്ന ലേഡി പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. കാരണം അവരെ സംബന്ധിച്ചോളം അവർക്കതറിയില്ല എന്ന് പറഞ്ഞാൽ അവരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ തിരിച്ച് വീണ്ടും വിളിച്ചു, നിങ്ങളല്ലേ പറഞ്ഞ ഇങ്ങനെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന്, അപ്പം അവിടെ ഇങ്ങനെ ഇല്ലല്ലോ എന്നാണ്. പിന്നെ ഞങ്ങളിത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പം പറഞ്ഞു വെച്ചത്, മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ തന്നെ, അല്ലെങ്കിൽ പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതിനകത്തുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇത് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഒരു ലാക്ക് ഓഫ് അവെയർനെസ് ആണ്, അല്ലെങ്കിൽ നമ്മളിപ്പോഴും ഒരു കൺവെൻഷണൽ പാറ്റേണിൽ നിന്ന് മാറി ചിന്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഈ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയോട് എന്താണ് ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ഏതൊക്കെ പോസിബിലിറ്റീസ് അവർക്കുണ്ടാവാം? I will just explain what is the role of physician assistant. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം, ഇപ്പോൾ ഡോക്ടർമാരും ഇവിടുന്ന് അമാനുഷികന്മാരൊന്നുമില്ല. അവരും കാലത്ത് എഴുന്നേറ്റ് 8 മണിക്കോ 8:30 മണിക്കോ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി 9 മണിക്കായിരിക്കും ഹോസ്പിറ്റലിൽ എത്തുക. ഉദാഹരണം, ഇപ്പോൾ ഒരു ഫിസിഷ്യനെ നമുക്ക് എടുക്കാം, ഒരു മെഡിസിൻ ഡോക്ടർ, അദ്ദേഹത്തിന് ഒരു 15 പേഷ്യൻ്റ് 20 പേഷ്യൻ്റ് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ അഡ്മിറ്റ്, മിനിമം ഒരു 20 പേഷ്യൻ്റെങ്കിലും ഒരു സീനിയർ ലെവലിലുള്ള ഒരു ഡോക്ടർ, ഒരു 55-60 വയസ്സുള്ള ഒരു ഡോക്ടർ, പ്രാക്ടീസിങ് ഫിസിഷ്യൻ, ഈ പറയുന്ന മിനിമം 20 പേഷ്യൻ്റെങ്കിലും IP ഉണ്ടാവും. ICUയിൽ ഉണ്ടാവാം, ചില ഡോക്ടറെ കാത്ത് കാഷ്വാലിറ്റി കിടപ്പുണ്ടാവാം, അല്ലെങ്കിൽ വാർഡിൽ തന്നെ കിടപ്പുണ്ടാവാം. ഓക്കെ, ഒരു പേഷ്യനെ കാണാൻ ഒരു 5 മിനിറ്റ് എടുത്തെന്ന് വെച്ചോ, 5 മിനിറ്റ് വളരെ 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 കുറവാണ്, 5 മിനിറ്റ് ഒന്നും പോരാ. ഒരു പേഷ്യനെ കാണാൻ ഒരു 10 മിനിറ്റ് മിനിമം ഡോക്ടർ കണ്ടില്ല എന്ന് പറയും. ഓക്കെ, 20 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഒരു പേഷ്യൻ്റ് എടുത്ത് എത്ര മിനിറ്റായി? 20 × 5
100 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ, 1 മണിക്കൂറും 1.5 മണിക്കൂറായി. അപ്പോൾ ഇവൻ കാലത്ത് ആര് വരുന്നുണ്ട്, കാലത്ത് ഡോക്ടർ 9 മണിക്ക് തന്നെ വന്ന് കണ്ടിട്ട് എന്തിന് ജോലിക്ക് പോകാമെന്ന് കരുതി അപ്പോയിൻമെൻറ്റ് എടുത്തവൻ വരെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. കാലത്ത് OP 9 മണിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തവരുണ്ടാവും. പക്ഷേ ഡോക്ടർ കാലത്ത് 9 മണിക്ക് വന്നിട്ട് വാർഡിൽ പോയിട്ടുണ്ടാവും, വാർഡിലോ അല്ലെങ്കിൽ ഈ പറയുന്ന റൂമിൽ പേഷ്യൻ്റ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും. 9 മണിയായി, 10 മണിയായി, 10:30 മണിയായി, 11 മണിക്കാണ് ഡോക്ടർ OPയിലേക്ക് വരിക. ഇവിടെയാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റൻസിന് ഇമ്പോർട്ടൻ്റ് വരിക. ഉദാഹരണം ഇപ്പോൾ ഇത് ഈ ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ കോഴ്സ്. അവർ ചെയ്യുന്ന കാര്യം അത് ഇസ് ലൈക്ക് 4 ഇയർ കോഴ്സാണ്. BSc ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് കോഴ്സ് ആൻഡ് പിന്നെ ശേഷം MSc അങ്ങനെ സ്പെഷ്യലൈസേഷനും വരെ പോകുന്നുണ്ട്. അപ്പോൾ അവർ ഓൾമോസ്റ്റ് ഈക്വലൻ്റ് മെഡിക്കൽ ഡിഗ്രി അവർ ഫസ്റ്റ് ഇയർ തന്നെ എല്ലാ ഞങ്ങൾ MBBS പഠിക്കുന്ന ഓൾമോസ്റ്റ് കോഴ്സസിൻ്റെ എല്ലാം ഫിസിയോളജി, അനാറ്റമി, ബയോകെമിസ്ട്രി പഠിക്കുന്നു. സെക്കൻഡ് ഇയറിന് ശേഷം ഒരു സ്പെഷ്യലൈസേഷനാണ്. അതായത് ആൾക്ക് ഗ്യാസ്ട്രോയിൽ പോകണോ, അല്ലെങ്കിൽ ആൾക്ക് കാർഡിയോളജി പോകണോ, കടുത്തറാസിക്ക് പോകണോ, ഓർത്തോയിൽ പോകണോ, അതായത് സ്പെഷ്യലൈസ് അവർ ആ ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷേ ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പറയുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആർ സ്റ്റാർട്ടിംഗ് ടു കം. ഓക്കെ, ദ പ്ലാനിങ് ദ ഗവൺമെൻറ് ഹാസ് ജസ്റ്റ് പ്ലാൻ. ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും, കർണാടക ആവട്ടെ, തമിഴ്നാടാവട്ടെ, ഡൽഹിയിലൊക്കെ ഇസ് ബീൻ ദർ ഫോർ ഇയേഴ്സ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ. സോ കോഴ്സസ് മൈറ്റ് കം. നമ്മുടെ നാട്ടിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശമാണ് ഇതിൻ്റെ പ്രശ്നം. ഈ ഒരു സമയത്ത് ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് കോഴ്സസ് ഉള്ള ഒരാളാണ്, ഒരു ഡോക്ടറാണ്, ഒരു ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് ഡോക്ടർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി ജസ്റ്റ് നീഡ് ടു ഡിക്റ്റേറ്റ് ദ തിങ്സ്. These people will be noting it down and he can finish it. പേഷ്യൻറ്റിനെ കാണാം, ഇത് പേഷ്യൻറ്റിനെ കാണാനല്ല സമയം എടുക്കുന്നത്, അതിനുശേഷം എഴുതാനും ടൈപ്പ് ചെയ്യാനും ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. പേഷ്യൻറ്റിനൊക്കെ ആണെങ്കിൽ ഡോക്ടർ വിൽ ബി ഹാപ്പി ടു സീ ദ പേഷ്യൻറ്റ്. ഡോക്ടർ കാണാൻ സംസാരിക്കുക, അവരോട് കാര്യങ്ങൾ പറയുക, എക്സാമിൻ ചെയ്യുക, അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇന്ന കാര്യങ്ങൾ സംസാരിക്കുക. പേഷ്യൻ വിൽ ബി ഫ്രീ. ഇവരുടെ ഒപ്പം ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന പേഷ്യൻ ഇന്ന കാരണം ഹി വിൽ ബി ദർ വിത്ത് us ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ്. ആ പേഷ്യൻ അഡ്മിറ്റ് ആയ പോലെ ഉണ്ടാവും. ഓക്കെ, ഹി വിൽ ബി സീയിങ് ദ പേഷ്യൻ ബിക്കോസ് ഹി നോസ് ഓൾ ദീസ് തിങ്സ്. ഇറ്റ് വിൽ ബി ഈസി ഫോർ ദ ഡോക്ടർ ഓൾസോ ടു ഹെൽപ്പ് പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഓക്കെ, ഒരു പേഷ്യൻറ്റ് വേണ്ടത് ഗ്യാസ്ട്രോ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ പേഷ്യൻറ്റ് വേണ്ട വർക്കപ്പ് വേറെയാണ്. മറ്റേ കാർഡിയാക് പേഷ്യൻ്റെ വർക്കപ്പ് വേറെയാണ്. ഓർത്തോ പേഷ്യൻ്റ് വർക്കപ്പ് വേറെയാണ്. ന്യൂറോ പേഷ്യൻ്റ് വർക്കപ്പ് വേറെ. ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്ന സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ഫോർ ദ ഡോക്ടേഴ്സ്. അവിടെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ദാറ്റ് ഈസ് വേർ ദ ഫിസിഷ്യൻ അസിസ്റ്റൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നതും ചെയ്യുന്നതും. അല്ലാതെ വെറുതെ ഇരുന്ന് കമ്പ്യൂട്ടർ മുമ്പിൽ ടൈപ്പ് ചെയ്യൽ മാത്രമാണ് ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് എന്നുള്ളൊരു മിഥ്യാധാരണ എല്ലാ ആളുകളിലും ഉണ്ട്. പക്ഷെ അതല്ലാതെ along with the doctor ഇൻവോൾവ്മെന്റ് വേണ്ട, along with the doctor, working along with him ആണിത്. ഓക്കെ, കൂടാതെ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രൊഫഷണൽ അസിസ്റ്റന്റ് ആണ്. പ്രൊഫഷണൽ അസിസ്റ്റന്റ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഡോക്ടർമാരുണ്ടാവാം, പല പല കാരണങ്ങളാൽ. ഈ പറയുന്ന ടൈപ്പ് ചെയ്യാൻ മടിയുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ കാഴ്ചക്ക് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. ഇറ്റ്സ് ഈസി ഫോർ ദം ടു ഫിനിഷ് ദ കേസസ്. പേഷ്യൻസിനെ വേഗം കാണാം, പേഷ്യൻ വിൽ ബി ഹാപ്പി, ഡോക്ടർ വിൽ ബി ഹാപ്പി, മാനേജ്മെന്റ് ഈസ് ഓൾസോ ഹാപ്പി. മാനേജ്മെന്റ് ഹാപ്പി ഇൻ ദ സെൻസ് കുറച്ചുകൂടി പേഷ്യൻസിനെ സ്പീഡിൽ കാണാൻ പറ്റും. ഓക്കെ, വി ഹാവ് ഡോക്ടേഴ്സ്, ഐ ഹാവ് സീൻ, വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസി ക്യാൻ ബി പേഷ്യൻസിന് വെറുതെ ഇരുന്ന സമയം കളയേണ്ട കാര്യമില്ല. ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് കോഴ്സ് വരുന്നത്. അതായത് പക്ഷേ ഇത് കൃത്യമായി നല്ലൊരു സ്ഥാപനത്തിൽ നിന്ന് വ്യക്തമായി മര്യാദയ്ക്ക് തന്നെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെന്നിരിക്കുമ്പോൾ ഡോക്ടർക്ക് അതിൽ വലിയ തലവേദന ഉണ്ടാവും. കാരണം പറയുന്നത് മനസ്സിലാകുന്ന വിചാരിച്ച് നമ്മൾ ഉണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡബിൾ എഡ്ജ് സോൾ തിരിച്ചെല്ലാം വർക്ക് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ എന്നുള്ളത് എത്തിക്കൽ ഇഷ്യൂ ഈസ് ദയർ. സൈക്കാട്രി അല്ല, ഏത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഈ വന്ന പേഷ്യൻറ്റിൻ്റെ ഡാറ്റ ഷുഡ് നോട്ട്, ഇവൻ ചിലപ്പോൾ ഇവൻ്റെ പരിചയക്കാരൻ വേണ്ടി ഉണ്ടാവാം, ഇത് ഈ പറയുന്ന ഫിസിഷ്യൻ അസിസ്റ്റൻ്റിൻ്റെ പരിചയക്കാരൻ പോകുന്നിട്ടുണ്ടാവും. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ആ ഒരു ഇഷ്യൂ ഉള്ളൊരു സ്ഥാപനം, ഒരു മേഖലയാണ്. US ഹിപ്പ ലോ പോലെ ഒരു ലോ നമ്മളുടെ നാട്ടിലുണ്ടോ? ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലോ എൻഫോഴ്സ്ഡ് ആണ്. ലോ എൻഫോഴ്സ്ഡ് ആണ്. ലോ എൻഫോഴ്സ്ഡ്. വി ഷുഡ് നോട്ട്. ഈ പറഞ്ഞ പോലെ പേര് പോലും ഇപ്പോൾ എൻ്റെ സൈക്കാട്രിയാണ് ഞാൻ പറയാം. ഇപ്പോൾ ഭാര്യയും ഭർത്താവും നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വന്നെന്ന് വെച്ചോ, ഞങ്ങൾ എന്തെങ്കിലും 2 പേരുടെ പേരിലും ചീട്ടെടുപ്പിക്കും. ഇപ്പോൾ കൗൺസിലിംഗ് വന്നിട്ടുണ്ടാവുള്ളൂ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടില്ല, എനിക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സമ്മറി വേണമെന്ന് പറഞ്ഞു വെച്ചോ, ഭാര്യ വന്ന് ചോദിച്ചാൽ ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഭർത്താവ് വന്ന് ചോദിച്ചാൽ ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവർ തന്നെ വന്ന് ഇവരുടെ ആധാർ കാർഡ് ഓട്ടോമാറ്റിക് മേ ബി സ്വന്തം പ്രൂഫ് തന്നെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത്രയും കോൺഫിഡൻഷ്യലാണ് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ. പക്ഷേ ബീയിങ് ഇന്ത്യ ദിസ് ഈസ് നോട്ട് ബീയിങ് പ്രാക്ടീസ്ഡ്. ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പിൽ എല്ലാവരും ഈ ഈവൻ ദ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, തിങ്ക് ഓഫ് സിറ്റുവേഷൻ ഇഫ് എ പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഒരു HIV പോസിറ്റീവ് പേഷ്യൻ്റ് എന്ന് നോക്കാം. ഓക്കെ, അവൻ താല്പര്യപ്പെടുന്നില്ല അവൻ്റെ റിപ്പോർട്ട്സ് പുറത്തു പോകാൻ. ഓക്കെ, ഇത് ലാബുകാരൻ എന്ത് ചെയ്യുന്നു, ഈ ബുക്ക് ചെയ്ത ആൾക്കാണെങ്കിൽ അയച്ചു കൊടുത്തേക്കാം, പക്ഷേ അത് പുറത്തായി. ഇറ്റ് ഈസ് ഹിസ്, അയാളുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആണത്. വൈ ഷുഡ് ടെൽ ഓൾ ദ പീപ്പിൾ
ഓക്കെ, അങ്ങനത്തെ ഇഷ്യൂ കോൺഫിഡൻഷ്യാലിറ്റി ഈസ് ദ ഫസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതാണ് ഈ പറയുന്ന ഈ ഒരു മെഡിക്കൽ മേഖലയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അറിയേണ്ട കാര്യമാണ് എത്തിക്കൽ ഇഷ്യൂസ് ഇസ് ദ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ് ഈസ് ദ. അതിനുള്ള കാര്യങ്ങൾ വളരെ ഈ പറയുന്ന വളരെ എഞ്ചിനീയറിംഗ് പോലെ ഓടിച്ചാടി ഇന്ന് ഇത് ചെയ്ത് നാളെ അത് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ ബിസിനസ് ആർമോ സെയിൽസ് പോലെ അല്ല ഇത്. ക്ഷമയുള്ള ആളുകൾക്കാണ് ഇത് പറ്റുക. ക്ഷമയുള്ളതും ക്ഷമയോടുകൂടിയും ചെയ്തു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകും. പീപ്പിൾ വിൽ പേഷ്യൻസ് ഇൻ ട്രീറ്റിംഗ് പേഷ്യൻസ്. ഓക്കെ, പീപ്പിൾ ആർ ഹാപ്പി. ഈ പറഞ്ഞ ഒരു സർവീസ് ഏരിയ ആണ് ഈ പറഞ്ഞ പോലെ സംഭവം. ഓക്കെ, പീപ്പിൾ ആർ ഹാപ്പി വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ദ. അവർ ഹാപ്പിയാണ്, അവരുടെ ജോബ് സെക്യൂർ. ഐ നോ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഫോർ ലാസ്റ്റ് 15-25 years ഇൻ ദ സെയിം പ്രൊഫഷൻ. ഓക്കെ, ഈ പറഞ്ഞ ഡോക്ടറോ നഴ്സോ അല്ലാതെ സെയിം മേഖലയിൽ തന്നെ വർക്ക് ചെയ്ത് അവർ ഹാപ്പിയാണ്, അവരുടെ കാര്യങ്ങൾ സെറ്റിൽഡ് ആണ്. പേഷ്യൻസിനെ നോക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ്, അവർക്ക് ഇൻഷുറൻസ് കവറാണ്. ദേ ആർ ഹാപ്പി വിത്ത് വർക്ക് ദേ ആർ ഡൂയിങ്. സോ ലൈക്ക് നമ്മൾ ഇനിയും കുറേ അധികം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പുതിയ AI വരുന്നുണ്ട്. AI is taken care. നമ്മൾ പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇല്ല കമ്പ്യൂട്ടർ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞ പോലെ AI വരുമ്പോൾ AI ഞങ്ങൾ പഠിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിപ്പോകത്തേ ഉള്ളൂ. ഓക്കെ, ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആൻഡ് ഓൾ ദീസ് പീപ്പിൾ AI വിൽ ടേക്ക് ഓവർ. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നമുക്ക് പകരമല്ല, നമ്മുടെ ഒപ്പം. അല്ലാണ്ട് നമുക്ക് പകരം വരുമെന്നിരിക്കും ചിന്തിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് AI കോൺസെപ്റ്റ് വന്നു. സത്യത്തിൽ ഈ AI കോൺസെപ്റ്റ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന നമ്മളുടെ ഒരു ഡെസ്ക്ടോപ്പ് തന്നെ AI ആണല്ലോ. അതെ, AI എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ ചോദിക്കുന്ന ബട്ട് ഹീസ് ഗിവിങ് ഹിസ് ഓൺ റെസ്പോൺസസ്. അതായത് ഈസ് ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള മറുപടി നമുക്ക് കിട്ടുന്നുണ്ട്. ലോജിക്കലാണ്. ഈ അടുത്ത് ഞങ്ങൾ IMA നടത്തിയ ഒരു ഇതുണ്ട്, ഒരു ഹെൽത്ത് കെയർ സമ്മിറ്റ് ഉണ്ടായിരുന്നു ഈ അടുത്ത്. വണ്ടർഫുൾ ഡിസ്കഷൻ വാസ് ഹാപ്പനിങ്. AI what we understood is it is going to aid the hospitals, doctors, everybody. Okay, നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. ഓക്കെ, ഇൻ ദ വേ ഉദാഹരണം ഇപ്പോൾ ഒരു പേഷ്യൻ്റ്, ഇപ്പോൾ ഞാൻ സാധാരണക്കാരൻ മനസ്സിലാവുന്ന രീതിയിൽ 5 കൊല്ലം മുന്നേ വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ഒരു അസുഖം ഉണ്ടായിരുന്നു. 3 കൊല്ലം മുന്നേ വന്ന് വേറെ അസുഖമായിട്ട് വന്നു. അതിനുശേഷം വേറെ അസുഖമായിട്ട് വന്നു. വന്നത് സെയിം ഹോസ്പിറ്റലായിരിക്കും. ഡോക്ടർമാർ മാറിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് എന്ത് പറ്റും? the new doctor will not be knowing due to some reasons doctor left. അദ്ദേഹം മരണപ്പെട്ടതായിരിക്കാം, പുതിയ ജോലി കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വാട്ട് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അന്ന് ലീവായിരിക്കാം. ദിസ് new chap won't be knowing the entire history of the patient who came. It will be there, it will be സിസ്റ്റത്തിൽ ഫുൾ ഉണ്ടാവും. അത് ഫുള്ള് വായിച്ച് നോക്കി പഠിക്കാനുള്ള ഒരു സാവകാശവും സമാധാനവും ഒന്നും they won't be having. If this thing is there, this AI is there, okay, it's going to come. ഓക്കെ, ഈ ഡാറ്റ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇന്ന ആൾക്ക് ഇന്ന ട്രെൻഡാണ് ഉള്ളത്, ഇന്ന ട്രെൻഡുള്ള ആൾക്ക് ഇന്ന അസുഖമാവാം. വൈ ഡോണ്ട് യു തിങ്ക് ഇൻ ദാറ്റ് ടേം? അതായത് ഇപ്പോൾ സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 6 മാസം മുന്നേ ഒരു സ്ട്രോക്ക് വന്നു. സ്ട്രോക്കിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് വിചാരിക്കുക. പിന്നെ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു സ്ട്രോക്ക് വന്നത് മറ്റേ സൈഡിൽ വന്നിട്ടുള്ളത്. പിന്നെ വീണ്ടും ഒരു സ്ട്രോക്ക്. ഇത് എന്താണ് വൈ മൾട്ടിപ്പിൾ സ്ട്രോക്സ് എന്നുള്ളത്? ഡോക്ടേഴ്സ് ഈ പറഞ്ഞ പുതിയ ഡോക്ടറാണ് ഇപ്പോൾ ആണില്ല, അയാളൊക്കെ സ്ട്രോക്ക് വന്ന് മാനേജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു. വൈ ദിസ് ഈസ് കമ്മിങ് അഗെയിൻ ആൻഡ് അഗെയിൻ എന്നുള്ളത് വേണമെങ്കിൽ ഹി വിൽ തിങ്ക്. ഓക്കെ, ഹി വിൽ എയ്ഡ്. അതായത് ഡോക്ടർക്ക് പകരമല്ല, മിസ്റ്റേക്സ് ക്യാൻ കം ഡൗൺ. പക്ഷേ എൻ്റെ ലോജിക്കൽ അസിസ്റ്റൻസ് ഉണ്ടാവും. കുറച്ച് കളയുമ്പോൾ ചോദിക്കും, മിക്കവാറും പേഷ്യൻസ് ചോദിക്കും, സാർ AI ചോദിച്ചിട്ടാണോ സാർ എഴുതിയത്? ഇപ്പോൾ ചോദിക്കും, ഉറപ്പാണ്. ഇപ്പം ഇല്ലെങ്കിലും സാർ AI ചോദിച്ചോ, എന്ത് എൻ്റെ റിപ്പോർട്ട്സ് AI പറഞ്ഞോ, ഇത് തന്നെയാണ് ഉത്തരം സാറ് പറഞ്ഞോ, അല്ലെങ്കിൽ സാറിൻ്റെ തന്നെ ഉത്തരം അതുകൊണ്ട് ചോദിക്കും. പ്ലസ് AI എന്നുള്ള ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ വന്നേക്കാം. ഇറ്റ്സ് ഗോയിങ് ടു ബി ഗുഡ് സെക്കൻഡ് ഒപ്പീനിയൻ. ഇത് 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ടുള്ളതല്ല, നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്, മാക്സിമം 1 year 2 year വരാൻ പോകുന്ന മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം EMR ആണല്ലോ, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആയതുകൊണ്ട് ഈ പറയുന്ന കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ഡിസ്ചാർജ് സമ്മറീസ് എല്ലാം EMR ആയിരുന്നു, HIS EMR മേ ബി. അത് നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദേ ക്യാപ്ചർ ഇറ്റ്. പറയുന്ന ഒരു പേഷ്യൻ്റ് ഇന്ന് അഡ്മിറ്റായി 20 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഈ എസ്പെഷ്യലി മടിയന്മാരായ പറയുന്ന മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ചെറിയൊരു ചുരുക്കിയ കഥ എഴുതത്തുള്ളൂ. പക്ഷേ ഇവൻ ഈ സമ്മറി ആയിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇവന് ഫുൾ ഡീറ്റെയിൽ കഥ വേണമെന്നുണ്ടെങ്കിൽ, വേറെ ഹോസ്പിറ്റലിൽ പോകാനല്ലെങ്കിൽ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദിസ് AI ഈസ് ദയർ ഓർ ഇഫ് HIS ഈസ് സോ ദാറ്റ് അഡ്വാൻസ്ഡ് HIS വിത്ത് AI ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ എല്ലാ സമ്മറിയും എന്ത് സംഭവിച്ചു, പേഷ്യൻ്റ് എങ്ങനെ ബ്ലഡ് BP കൂടിയോ, BP കുറഞ്ഞോ, പനി വന്നോ, പനി വന്നില്ലേ, പെയിൻ എങ്ങനെയുണ്ട്, വാട്ട് മേ ബി, ഓൾ ദീസ് ഡീറ്റെയിൽസ് വിൽ ബി ക്യാപ്ചർഡ് ഇൻ ദ സിസ്റ്റം. അതെല്ലാം കൂടി സമ്മറിയാണ് നമുക്ക് തരിക. സോ AI ഈസ് ഗോയിങ് ടു കം, AI ഈസ് ഗോയിങ് ടു റീപ്ലേസ് എന്ന് പറയുന്നില്ല, വിൽ ബി ഗോയിങ് ടുഗദർ അലോങ് വിത്ത് AI. കാരണം ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, അവനൊരു ഇമോഷണൽ ലെവലിലേക്ക് ഐ ഡോണ്ട് എക്സ്പെക്ട് AI ടു തിങ്ക്. ആ ഒരു മനുഷ്യൻ്റെ ഒരു ടച്ചും, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഒന്ന് അവൻ്റെ തോളത്തൊന്ന് തട്ടുക, അല്ലെങ്കിൽ അവന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ അവനോട് ചിരിക്കുക, that is not going to be possible from AI till now. വന്നേക്കാം, വരാതിരിക്കാം, റോബോട്ട് വന്നേക്കാം, വാട്ട് മേ ബി. പക്ഷേ ആ ഒരു മേഖലയിൽ, സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ എവരി വൺ.
ഫോർ ദ ഡോക്ടേഴ്സ്, ഫോർ ദ സ്റ്റാഫ്, ഫോർ ദ പേഷ്യൻസ് ആൻഡ് ഫോർ ദ ഇഷ്യൂണ്ട്. ഇവരുടെ ഇൻഷുറൻസ് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരൊക്കെ ചില കള്ളത്തരങ്ങൾ കാണിക്കാറുണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യും, പണ്ടത്തെ അസുഖങ്ങളും മറച്ചു വെക്കുന്ന ഒരവസ്ഥ വന്നിരുന്നു. നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇന്ത്യ ഗവൺമെൻറ് സെൻട്രലൈസ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. ഇത് തുടങ്ങി, ഇത് ഡെവലപ്മെന്റ് US പാറ്റേണിലേക്ക് തന്നെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലൊക്കെ ഇപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാം സർക്കാരിലെ PHC UPHC അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, പേരുകൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ജനറൽ ഹോസ്പിറ്റൽ അവരെല്ലാം ഇപ്പോൾ ഒരു UHID ഉണ്ടാവും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വലിയൊരു UHID. ഈ UHID തന്നെയാണ് അവൻ ഇനി ഏത് ഹോസ്പിറ്റലിൽ പോലും, ഏത് സർക്കാർ ഹോസ്പിറ്റലിൽ പോലും കിട്ടും. ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എല്ലാം യൂണിഫൈഡ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി, ഇനി മുതൽ ആഭ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഫ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ വാണ്ട് ഇൻഷുറൻസ്, ദേ ഹാവ് ടു കം അണ്ടർ ദിസ് തിങ്. അതായത് ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ജവാദ് ഭായ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കാണിക്കാൻ വേണ്ടി പോയി, അവിടുത്തെ ഡോക്ടറെ എല്ലാം കണ്ടു, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം എടുത്തു. ഓക്കെ, ഇഫ് യു കമ്മിങ് ടു മൈ ഹോസ്പിറ്റൽ ആൻഡ് ഐ ആം റൈറ്റിംഗ് എൻ്റെ സെയിം സോഫ്റ്റ്വെയർ ഉണ്ട്, സെയിം HIS ഒന്നും നിർബന്ധമില്ല, എൻ്റെ ഇത് ഇൻറ്റഗ്രേറ്റ് ആയാൽ മതി. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അവിടുത്തെ റിപ്പോർട്ട്സ് എല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, യു നീഡ് നോട്ട് ഗോ ടു ദാറ്റ് ഹോസ്പിറ്റൽ ആൻഡ് ആസ്ക്. യു ജസ്റ്റ്, നിങ്ങൾക്കൊരു OTP വരും. ആ OTP ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മുടെ ഡോക്ടറിന് കിട്ടും. അപ്പോൾ ഇൻഷുറൻസിന് ഇത് പറഞ്ഞ പണ്ട് ആൾക്കാർ ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കാണിക്കും, ഈ പ്രശ്നം വേറെ ഹോസ്പിറ്റലിലേക്ക് കാണിച്ചാൽ ഇൻഷുറൻസ് ഇല്ലാതെ ചെയ്യുന്ന രീതി ചെയ്യാറുണ്ട്. അതൊന്നും പറ്റത്തില്ല ഇനി ഞങ്ങൾ എവരിതിങ് സിസ്റ്റം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇസ് അഡ്വാൻറ്റേജസ്, പറഞ്ഞ പോലെ ട്രാൻസ്പെറന്റ് ആയി ഈസ് ഗോയിങ് ടു ബി ട്രാൻസ്പെറൻറ്റ്. പക്ഷേ അവിടെ ഈ പറയുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്, കുറേ ഡാറ്റാസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഡാറ്റ ആര് സ്റ്റോർ ചെയ്യുന്നതിനകത്ത് ഒക്കെ ദ ഗവൺമെൻറ് ഈസ് ഫൈൻഡിങ് സൊല്യൂഷൻ. കാരണം ഇത് മറ്റേ ഹോസ്പിറ്റൽ ഡാറ്റ ഇന്ന ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ എൻ്റെ പേഷ്യൻറ്റ്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ്. ഇപ്പോൾ ഡാറ്റ ആണല്ലോ മെയിൻ ബിസിനസ് ആൾക്കാർ പറയുന്ന പോലെ, ഡാറ്റ ഈസ് ദ മെയിൻ ഇഷ്യൂ. അപ്പോൾ ഇത് എന്ത് ചെയ്യും എന്നുള്ളതിനുള്ള സൊല്യൂഷൻസ് വരുന്നുണ്ട്. എല്ലാവരും ഇറ്റ് വിൽ കം ഡൗൺ, ഇറ്റ് വിൽ കം, ഈ പറഞ്ഞ പോലെ വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ വെൽ ഡിഫൈൻഡ് ആയിട്ട് എല്ലാ ഹോസ്പിറ്റലുകാർക്കും ഇറ്റ്സ് വെരി ഈസി. ഈ പറയുന്ന പേഷ്യൻറ്റ് സംഭവിച്ചാൽ മാത്രമാണ് സംഭവിക്കുന്നത്.